ഹായ് എവരിവൺ, വെൽക്കം ടു ലേണിംഗ് ബഡ്ഡി. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് മുതൽ API ടെസ്റ്റിംഗ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ട്യൂട്ടോറിയൽ അതായത് എന്താണ് API, സോ വാട്ട് ഈസ് ദ യൂസ് ഓഫ് API, നമുക്ക് ടെസ്റ്റിങ്ങിൽ എങ്ങനെയാണ് API ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അങ്ങനെയുള്ള ചെറിയ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി വരും ക്ലാസ്സിൽ നമ്മൾ API ടെസ്റ്റിംഗ് ചില ടൂൾസ് പഠിക്കും, ലൈക്ക് JMeter, Postman, അങ്ങനെയുള്ള കുറച്ച് ടൂൾസ് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. So let's start introduction to API testing. So what is API? So API full form എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ്. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ രണ്ട് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് രണ്ട് സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ബ്രിഡ്ജ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് API എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു ആപ്ലിക്കേഷന് കുറച്ച് ഡാറ്റ അല്ലെങ്കിൽ സർവീസ് വേണം മറ്റേ സിസ്റ്റത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഒരു റിക്വസ്റ്റ് API ആയിട്ട് ആ സെക്കൻഡ് ആപ്ലിക്കേഷനിലോട്ട് സെൻഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ അവിടെ നിന്ന് ആവശ്യമുള്ള ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ദ റെസ്പോൺസ്, അത് ബ്രിങ് ബാക്ക് ചെയ്യുന്നു ഈ ഫസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട്. ഇതാണ് API. ഇനിയിപ്പം നമുക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ഒരു റിയൽ ടൈം എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റും. ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. സോ ഈ ഒരു പിക്ചറിൽ നോക്കുക, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു നമ്മൾ അതിൽ നിന്ന് ഒരു വെതർ ഡാറ്റ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഗെറ്റ് വെതർ ഡാറ്റ ഫോർ മുംബൈ. നമ്മൾ ആ APIക്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ സെർച്ച് ചെയ്യാണ് മുംബൈയിലെ വെതർ ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ആപ്ലിക്കേഷന്റെ സെർവറിലായിരിക്കണമെന്നില്ല. ഇത് മറ്റൊരു ആപ്ലിക്കേഷൻ ഓർ സിസ്റ്റത്തിൽ നിന്ന് ഓർ ഡാറ്റാബേസിൽ നിന്ന് അത് ഫെച്ച് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത്. സോ ഈ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഒരു API റിക്വസ്റ്റിനെ ആ ഒരു സെർവറിലോട്ട് സെൻഡ് ചെയ്യുന്നു. ദെൻ സെർവർ എന്ത് ചെയ്യും? വേണ്ട ഇൻഫർമേഷൻസ് വിത്ത് പ്രോപ്പർ ഡാറ്റ ലൈക്ക് ടെമ്പറേച്ചർ, കണ്ടീഷൻസ്, അല്ലെങ്കിൽ നാളത്തെ ടുമോറോസ് വെതർ, ഇങ്ങനെ ആവശ്യമുള്ള ഇൻഫർമേഷൻ എന്തൊക്കെയാണോ അതെല്ലാം സെൻഡ് ബാക്ക് ചെയ്യും ആപ്ലിക്കേഷനിലോട്ട്. ദെൻ അത് നമുക്ക് യൂസേഴ്സിന് അത് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് API വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കൊരു എന്താണ് API എന്നൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസോട്ട് പോകുന്നതായിരിക്കും. ഇതൊക്കെ കാണാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് API, ഒരുപാട് ടൈപ്സ് ഓഫ് API ഉണ്ട്. ആസ് എ ടെസ്റ്റർ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് REST APIയും SOAP API ആയിരിക്കും. പിന്നെ വേറെ ഒന്നുണ്ട് മെയിൻ ആയിട്ടുള്ള ഒരു GraphQL എന്ന് പറയുന്നത്, പക്ഷെ അത് നമ്മൾ നോക്കുന്നില്ല, നമുക്ക് ആവശ്യം വരുന്നില്ല. സോ നമ്മൾ RESTും SOAP ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. REST APIs ആണ് മോസ്റ്റ് പോപ്പുലർ. അത് HTTP ആൻഡ് JSON ഫോർമാറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ കാണും ഇത് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് JSON, അല്ലെങ്കിൽ എങ്ങനെയാണ് XML വരിക എന്ന് നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ്. ദെൻ SOAP API എന്ന് പറഞ്ഞാൽ XML ഫോർമാറ്റ് ആയിരിക്കും യൂസ് ചെയ്യുക. അതിന് കുറെ കൂടെ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് കോൺട്രാക്ട്സ് ഉണ്ട് SOAP API യൂസ് ചെയ്യുമ്പോഴത്തേക്കും. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് API ടെസ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? അപ്പം API ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ കോർ ഫങ്ഷണാലിറ്റി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ UI എന്ന് വെച്ചാൽ എന്താ, ഒരു വെബ് പേജ്, അതായത് ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക് അല്ലെ ലോഗിൻ പേജ് എന്ന് പറയുമ്പോൾ അല്ലെ യൂസർ നെയിം കൊടുക്കുന്നത്, പാസ്വേഡ് കൊടുക്കുന്നത്, ബട്ടൺസ്, അതിൻ്റെ ആ ലെവൽസ് കംപ്ലീറ്റ് വരുന്ന ആ ഒരു സ്ട്രക്ചർ ഉള്ളതാണ് UI, യൂസർ ഇന്റർഫേസ്. അത് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഈ API ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് API ടെസ്റ്റിംഗ് വഴി UI ടെസ്റ്റ് ചെയ്തതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഡിഫക്ട്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ അതൊരു മറ്റൊരു ബെനിഫിറ്റ് ആണ്. അതുപോലെ തന്നെ UI ടെസ്റ്റിംഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ് ആൻഡ് മോർ റിലയബിൾ ആയിരിക്കും API ടെസ്റ്റിംഗ്. പിന്നെ നമ്മുടെ ഈ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പം API ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. Then what's the difference between API testing and UI testing? So API testing എന്ന് പറഞ്ഞാൽ ബാക്ക് എൻഡ് ആയിരിക്കും. ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അത് UI അല്ല ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബിസിനസ് ലോജിക്ക് ഇതൊക്കെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. GUI, അത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആവശ്യമില്ല, വളരെ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആയിരിക്കും നടക്കുന്നത്. UI ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ അതിൻ്റെ യൂസർ ഇന്റർഫേസ് ആൻഡ് ഫംഗ്ഷനാലിറ്റീസ് ചെക്ക് ചെയ്യുക. അവിടെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആവശ്യമുണ്ട്. ഇനി ചില റിയൽ എക്സാമ്പിൾസ് കാണാം, അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോഗിൻ API. ഇപ്പം അറിയാലോ, നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക ആപ്ലിക്കേഷൻ തന്നെ ലോഗിൻസ് വരുന്നുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ Gmail, ഫേസ്ബുക്ക്, പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ ലോഗിൻ വരുന്നുണ്ട്.
അതായത് എന്തിനാ ടു ഓതന്റിക്കേറ്റ് ദ യൂസേഴ്സ്. സോ നമ്മൾ ഒരു യൂസർ നെയിം, പാസ്വേഡ് ഇതൊക്കെ നമ്മൾ കൊടുത്താൽ ഒരു ക്യാപ്ച ഇതൊക്കെ കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു APIനെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനിപ്പോൾ പേയ്മെൻറ്റ് APIs, ഫോർ എക്സാമ്പിൾ നമ്മൾ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരുണ്ട്, ഫോൺ പേ യൂസ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ഓർ ആമസോൺ അവിടെയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതൊക്കെ ഒരു പക്ഷേ ചില പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻസ് ലൈക്ക് പേയ്പാൽ ഓർ സ്ട്രിപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന അതുമായി കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ പേയ്മെന്റ് APIs വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊരു API ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ വെതർ API നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു അതെങ്ങനെയാണെന്നുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയാസ് ലൈക്ക് ഫേസ്ബുക്ക്, ട്വിറ്റർ അവിടെയൊക്കെ ആയാലും നമ്മുടെ പോസ്റ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ യൂസർ ഡാറ്റ ഫെച്ച് ചെയ്യുക, സോഷ്യൽ ലോഗിൻസ് എനേബിൾ ചെയ്യുക, ഇതിനെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള APIs ഉള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ് റെസ്റ്റ് API. എന്താണ് റെസ്റ്റിന്റെ ഫുൾ ഫോം? റെപ്രസെന്റേഷണൽ സ്റ്റേറ്റ് ട്രാൻസ്ഫർ. അതാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഇവിടെ അത് HTTP റിക്വസ്റ്റ് ആണ് യൂസ് ചെയ്യുക, ഹൈപ്പർ ടെക്സ്റ്റ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി ക്രൂഡ് ഓപ്പറേഷൻസ് ലൈക്ക് ക്രൂഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. അതായത് ഡാറ്റ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്നു, യൂസറിന്റെ ഡാറ്റ റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നു, അതും അല്ലെങ്കിൽ യൂസർ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സോ ഇതാണ് ക്രൂഡ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ് ആൻഡ് ഡിലീറ്റ്. സോ ക്രൂഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ടാണ് മെയിൻലി നമ്മൾ ഈ റെസ്റ്റ് API യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ഇറ്റ് ഇസ് ലൈറ്റ് വെയിറ്റ്. ദാറ്റ് മീൻസ് ഇത് ഈസി ടു ഇംപ്ലിമെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത് ഫോർ വെബ് ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് റെസ്റ്റ് ഈസ് സ്റ്റേറ്റ്ലെസ്. ദാറ്റ് മീൻസ് ഓരോ റിക്വസ്റ്റിലും that means each request contains all the information needed. അതിൽ ഓരോ റിക്വസ്റ്റ് നമ്മൾ അയക്കുവാണ്. ഇപ്പം നമ്മളൊരു 10 റിക്വസ്റ്റ് അയച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 10 തവണ നമ്മളൊരു ഇൻഫർമേഷൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സെൻഡ് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ തവണയും അതിൽ വേണ്ട ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിരിക്കും. ഒരിക്കലും അത് പ്രീവിയസ് റിക്വസ്റ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോകത്തില്ല. ദാറ്റ് മീൻസ് പ്രീവിയസ് റിക്വസ്റ്റ് റിമെമ്പർ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്റ്റേറ്റ്ലെസ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വാട്ട് ഇസ് സ്റ്റേറ്റ്ലെസ് എന്നുള്ളത്. ഇനി HTTP മെത്തേഡ്സ് നോക്കാം. HTTP മെത്തേഡ്സിൽ റെസ്റ്റ് API യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് ഗെറ്റ്, പോസ്റ്റ്, പുട്ട് ഓർ പാച്ച്, ഡിലീറ്റ്. നമ്മളതിനെക്കുറിച്ച് കാണുന്നുണ്ട് കൂടുതലായിട്ട്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഫെച്ച് ഡാറ്റ. നമുക്ക് എവിടെന്നെങ്കിലും മീൻസ് നമുക്ക് ഒരു സെർവറിൽ നിന്ന് ഒരു ഡാറ്റ കിട്ടണമെങ്കിൽ നമ്മൾ ഗെറ്റ് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുക. പോസ്റ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഒരു ന്യൂ യൂസറിന് ക്രിയേറ്റ് ചെയ്യണം, സോ നമുക്ക് പോസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ പുട്ട് അല്ലെങ്കിൽ പാച്ച് യൂസ് ചെയ്യുന്നത് കറന്റ് എക്സിസ്റ്റിംഗ് ഡാറ്റ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിലീറ്റ് അറിയില്ല എന്താ റിമൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് HTTP മെത്തേഡ്സ് വരുന്നത്. ഈ ഡാറ്റ ഫോർമാറ്റ് പറയും റെസ്റ്റ് APIയുടെ. റെസ്റ്റ് API മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഒരു JSON ഫോർമാറ്റ്, അതായത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ എന്നാണ് പറയുക. ആ ഒരു ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു ടെസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്ക് JSONനെ കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ എന്താണ് JSON സ്ട്രക്ചർ എന്നും അതിലെ കോണ്ടന്റ് എന്തൊക്കെയാണെന്നും അതിന്റെ പാർട്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണം. അത് നമ്മൾ കാണുന്നുണ്ട്. സോ JSONന്റെ പ്രത്യേകതയാണ് അത് ഈസി ടു റീഡ് ആൻഡ് പാർട്സ് ആയിരിക്കും. സംടൈംസ് നമുക്ക് XML യൂസ് ചെയ്യാം, ബട്ട് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക JSON ഫോർമാറ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. നമ്മളൊരു ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ കൊടുത്തേക്കുന്ന URL നിന്ന്. കണ്ടോ, അതായത് JSON placeholder dot tipicode.com/users എന്ന് കൊടുത്തേക്കുന്നത്. ഇത് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഒരു ലിസ്റ്റ് ഓഫ് യൂസർ ഡീറ്റെയിൽസ് കിട്ടും ഇൻ JSON ഫോർമാറ്റ് ഈ ഒരു API കൊടുക്കുമ്പോഴത്തേക്കും. ഓക്കെ, സോ നമ്മൾ ആസ് എ ടെസ്റ്റർ നമ്മൾ എന്താണ് റെസ്റ്റ് APIയിൽ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുവാണ്. അതായത് നമ്മളതിൻ്റെ സ്റ്റാറ്റസ് കോഡ്, പല സ്റ്റാറ്റസ് കോഡ് ഉണ്ട്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ആൾക്കാർക്ക് പോലും മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ സംടൈംസ് നമ്മൾ ചില വെബ്സൈറ്റ്സ് ആക്സസ് ചെയ്യുന്ന ടൈം നമുക്ക് പല എറേഴ്സ് വരും. 500 or 401 or അങ്ങനെയുള്ള പല 200 ഇങ്ങനെയൊക്കെ പല എറർ കോഡ്സ് അല്ലെങ്കിൽ ചില സ്റ്റാറ്റസ് കോഡ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. അതിനാണ് നമ്മൾ സ്റ്റാറ്റസ് കോഡ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റാറ്റസ് കോഡ് വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ റെസ്റ്റ് APIയിൽ നമ്മളത് ചെയ്യും, അസ് എ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ റെസ്പോൺസ് ബോഡി ചെക്ക് ചെയ്യും, ഹെഡേഴ്സ് ചെക്ക് ചെയ്യും, അതുപോലെ ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് റെസ്റ്റ് API. നമ്മൾ റെസ്റ്റ് API യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ കുറച്ച് പാർട്സ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് റിസോഴ്സ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റ്, ഒരു പ്രോഡക്റ്റ്, ഒരു ഓർഡർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സർവീസ്. ദാറ്റ് മീൻസ് റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു എൻഡ് പോയിന്റ് കാണും. എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ല, ഒരു URL നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന URL ഉണ്ട്, അതുപോലത്തെ ഒരു പാർട്ടാണ് അതിനാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു
യൂണിഫോം റിസോഴ്സ് ഐഡന്റിഫയർ, ദാറ്റ് മീൻസ് URI കാണുമായിരിക്കും. അതുകൊണ്ട് ടു ഐഡന്റിഫൈ ആൻഡ് ലൊക്കേറ്റ് എ റിസോഴ്സ് ആണ് URI എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡോണ്ട് വറി, നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് https then api.learningbuddy.com/students/101. ഇതിലെ HTTPS തൊട്ട് ആ .com വരെയുള്ള പോർഷനാണ് നമ്മൾ ബേസ് URL എന്ന് പറയുന്നത്. സോ ഈ ഒരു ബേസ് URL കണക്ട് ചെയ്തായിരിക്കും നമ്മൾ ബാക്കി എൻഡ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്നത്. ഒരുപാട് എൻഡ് പോയിന്റ്സ് വരാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് ഡാറ്റ ഫെച്ച് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ 101 എന്ന ID ഉള്ള റോൾ നമ്പർ ഉള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? /students/101. സ്റ്റുഡൻസ് എന്ന് പറയുന്ന റിസോഴ്സസ് ആയിരിക്കും. അതിൽ എൻഡ് പോയിന്റ് ആണ് students/101. സോ 101 എന്നുള്ള പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ ഫെച്ച് ചെയ്യും നമ്മൾ ഇങ്ങനെ ഒരു API കൊടുക്കുമ്പോഴത്തേക്കും. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡാറ്റ ഇപ്പം നമുക്ക് സംതിങ് റിലേറ്റഡ്, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് അവിടെ നിന്ന് എടുക്കാനാണെങ്കിൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എൻഡ് പോയിന്റ് വേണം കൊടുക്കാനായിട്ട്. ഈ ബേസ് URL സെയിം തന്നെ ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു REST APIയുടെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത HTTP മെത്തേഡ്സ് അല്ലേ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഗെറ്റ്. ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാ? ടു ഫെച്ച് ഡാറ്റ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനായിട്ട്. ഇപ്പം ഗെറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റുഡൻസിന് എല്ലാ ഡാറ്റയും കിട്ടുന്നു. പോസ്റ്റ് യൂസ് ചെയ്യുന്നത് പുതിയൊരു ഡാറ്റ അല്ലെങ്കിൽ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. നമുക്ക് ഒരു ന്യൂ സ്റ്റുഡൻറ്റിനെ ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പുട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിസോഴ്സിനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ 101 എന്ന റോൾ നമ്പർ ഉള്ള സ്റ്റുഡൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. സോ നമുക്ക് ആ കേസിൽ പുട്ട് മെത്തേഡ് യൂസ് ചെയ്യാം. ബാച്ച് എപ്പോഴാണ് വരുന്നത്? അപ്പം നമുക്ക് ഇന്റർവ്യൂ ഒക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ പുട്ട് ആൻഡ് പാച്ച്. അപ്പം ശ്രദ്ധിക്കുക, പുട്ട് യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ അപ്ഡേറ്റ് ചെയ്യാനാണ്. ബട്ട് പാച്ച് യൂസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് റിസോഴ്സിനെ പാർഷ്യലി അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. ഫോർ എക്സാമ്പിൾ 101 റോൾ നമ്പറുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ് മാത്രം ഓർ ഫോൺ നമ്പർ മാത്രം അപ്ഡേറ്റ് ചെയ്യണം. സോ ആ കേസ് നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുക? പാച്ച് ആയിരിക്കും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ഡിലീറ്റ്. ഇതിനായിരിക്കും റിസോഴ്സിനെ റിമൂവ് ചെയ്യാനായിട്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മൾ ആസ് എ QA എഞ്ചിനീയർ നമ്മൾ എന്താണ് API ടെസ്റ്റിംഗ് ചെയ്യാന്നുള്ളത്. അതിലൊന്നാണ് നമ്മൾ സ്റ്റാറ്റസ് കോഡ്സ് വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. സോ സ്റ്റാറ്റസ് കോഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് സെർവർ റെസ്പോൺസിനെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ഒരു 200 സംതിങ് നമ്മൾ 2xs എന്ന് കൊടുത്തേക്കുന്നത് ആ ഒരു റിലേറ്റഡ് ലൈക്ക് 200, 201, 204 ഇങ്ങനെയൊക്കെയുള്ള കോഡ്സ് ആണെങ്കിൽ ദാറ്റ് മീൻസ് സക്സസ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇപ്പോൾ 200 ആണെങ്കിൽ ഓക്കെ ആണ്, റിക്വസ്റ്റ് സക്സസ്ഫുൾ ആയെന്നാണ് അതിനർത്ഥം. 201 എന്ന് പറഞ്ഞാൽ നമ്മളൊരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തു, അത് ക്രിയേറ്റ് ആയി, ദാറ്റ് മീൻസ് അതും സക്സസ് ആണ്. 204 എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ബട്ട് റെസ്പോൺസ് ബോഡി ഒന്നുമില്ല, ദാറ്റ് ഇസ് 204. സോ മെയിൻലി നമ്മൾ ഓർത്തിരിക്കുന്നത് 200 ആണ്, അതായത് സക്സസ് എന്നുള്ളത് ഓക്കെ ആയിട്ടുണ്ട്, അതാണ് 200 വരുന്നത്. ഇനി മറ്റൊന്നാണ് അടുത്ത എറർ കോഡ്സ് വരുന്നത്. ഇപ്പോൾ 300 ആണെങ്കിൽ റീഡയറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എറർ കോഡ്സ് ആയിരിക്കുമേ. അതിൽ 301 വന്നു കഴിഞ്ഞാൽ ഒരു റിസോഴ്സിനെ വേറൊരു URIയിലോട്ട് അവർ പെർമനൻ്റ്ലി മൂവ് ചെയ്തിട്ടുണ്ട്, പെർമനൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് 301 വന്ന മീനിങ്. 302 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസോഴ്സ് അവിടെ ഉണ്ട് ബട്ട് ടെമ്പററി ആയിട്ട് അവർ റീഡയറക്ട് ചെയ്തിട്ടുണ്ട്, അതായത് 302. അടുത്താണ് നെക്സ്റ്റ് ഇസ് 400 ആണ്, അതായത് 400 സംതിങ് ലൈക്ക് 400 ആ 401 അങ്ങനെ. ഓക്കെ, ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് എറേഴ്സ് ആണ്. എക്സാമ്പിൾ 400 ആണെങ്കിൽ ബാഡ് റിക്വസ്റ്റ് ആണ്, അതായത് നമ്മൾ കൊടുത്ത റിക്വസ്റ്റിൽ സം മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, അതാണ് ബാഡ് റിക്വസ്റ്റ്, ദാറ്റ് ഇസ് 400. 401 എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ്, അതായത് ഓതന്റിക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഈ യൂസറിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കുകയാണെങ്കിൽ ബ്ലോക്ക് ചെയ്തേക്കാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതറൈസ്ഡ് അല്ല യൂസർ. അപ്പോൾ ആ കേസിൽ നമുക്ക് 401 കിട്ടുക. 403 പറഞ്ഞാൽ ഫോർവേഡ്, നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് 403 ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യൂസർ ഡസൻറ്റ് ഹാവ് ദ പെർമിഷൻ. പിന്നെ 404 എന്ന് പറഞ്ഞാൽ നോട്ട് ഫൗണ്ട്, അങ്ങനെ റിസോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് 4 റിലേറ്റഡ് വരുന്നത്. അടുത്ത 5മായി ബന്ധപ്പെട്ട, അതായത് 500, 502, 503 ഒക്കെ വരുന്നത് സെർവർ എറേഴ്സ് ലൈക്ക് 500 എന്ന് പറഞ്ഞാൽ ഇന്റേണൽ സെർവർ എറർ ആയിരിക്കും. 502 എന്ന് പറഞ്ഞാൽ ബാഡ് ഗേറ്റ് വേ, ദാറ്റ് മീൻസ് ഒരു സെർവറിൽ നമുക്ക് കിട്ടുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. 503 എന്ന് പറഞ്ഞാൽ സർവീസ് അൺഅവൈലബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന HTTP സ്റ്റാറ്റസ് കോഡ്സ്. അപ്പോൾ അത് നമ്മൾ ആസ് എ ടെസ്റ്റർ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. ഒരുപാട് എറർ കോഡ്സ് ഉണ്ട്, എറർ കോഡ്സിൽ സ്റ്റാറ്റസ് കോഡ്സ് ഉണ്ട്. അപ്പം ഞാനിപ്പം മെൻഷൻ ചെയ്തേക്കുന്ന അത്രയെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അത് ഇൻ്റർവ്യൂവിന് മാത്രമല്ല നമ്മുടെ ഡെയിലി വർക്കിൽ, നമ്മുടെ API ടെസ്റ്റിംഗ് വർക്ക് ചെയ്യുവാണെങ്കിൽ ആവശ്യമായിട്ട് വരുന്നതാണ്.
അടുത്ത നോക്കാം, ഒരു റെസ്റ്റ് എ പി ഐയിൽ വരുന്ന ചില പാർട്സ് ആണ് ഹെഡേഴ്സ്, ക്വറി പാരാമീറ്റേഴ്സ്, പാത്ത് പാരാമീറ്റേഴ്സ്. ഇത് ഓരോ തന്നെ നോക്കാവേ. ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെഡേഴ്സ് ഒരു മെറ്റാഡാറ്റയാണ്. മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ചില ഇൻഫർമേഷൻ അവിടെയുണ്ട്. ഓക്കെ, നമ്മൾ എ പി ഐ സെൻഡ് ചെയ്യുമ്പം എ പി ഐ റിക്വസ്റ്റ് ഒരു റെസ്പോൺസിനകത്ത് കൂടെ വരുന്ന ഇൻഫർമേഷൻ, എക്സ്ട്രാ ഇൻഫർമേഷൻ, അത് നമ്മൾ മെറ്റാഡാറ്റ എന്ന് പറയുക. സോ ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള എ പി ഐ റിക്വസ്റ്റ് അല്ലെങ്കിൽ റെസ്പോൺസിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ ഹെഡേഴ്സ് എന്ന് പറയുന്നത്. So ഈ headers usually contain information എന്ന് പറഞ്ഞാൽ ലൈക്ക് authentication details അല്ലെങ്കിൽ content type, ഇതൊക്കെയാണ് ഹെഡേഴ്സിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ ആഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കോണ്ടന്റ് ടൈപ്പ് application/json എന്നൊക്കെ വരുന്നതെങ്കിൽ അതിന്റെ മീനിങ് എന്താ, അത് സെർവറിനോട്, ആ എ പി ഐ റിക്വസ്റ്റ് സെർവറിനോട് പറയുകയാണ് വി ആർ സെൻഡിങ് ജേസൺ ഡാറ്റ, നമ്മൾ ജേസൺ ഡാറ്റയാണ് സെൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സോ ആ ഒരു കോണ്ടന്റ് ടൈപ്പിൽ നിന്ന് സെർവറിന് മനസ്സിലാവും എന്താണ് ഈ ഒരു എ പി ഐ കണ്ടെയ്ൻ ചെയ്യുന്നത് ജേസൺ ഡാറ്റയാണ്. ഓക്കെ, മനസ്സിലായോ? അടുത്ത മറ്റൊരു ഇൻഫർമേഷൻ, ഹെഡർ ഇൻഫർമേഷൻ ആണ് ഓതറൈസേഷൻ. സോ ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ ചില എ പി ഐസിന് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ അതിനായിട്ട് നമുക്ക് പല പല സെക്യൂർ മെത്തേഡ്സ് മീൻസ് പല പല ഡിഫറെന്റ് വേസ് ഉണ്ട്. അതിൽ ഒന്നാണ് ബിയറർ ടോക്കൺ എന്ന് പറയുന്നത്. നമ്മൾ ഇതൊക്കെ പോസ്റ്റ്മാൻ പഠിക്കുന്നതായിരിക്കും കൂടുതലായിട്ട്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ബെയറർ ടോക്കൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് സെക്യൂരിറ്റി. സോ നമുക്ക് യൂസറിന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ബെയറർ ടോക്കൺ എന്ന് പറയുന്നത്. സോ ഓതറൈസേഷൻ ബെയറർ ടോക്കൺ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സെർവറിന് മനസ്സിലാവും ഓക്കെ ഇത് ബെയറർ ടോക്കൺ അവിടെ ആവശ്യമുണ്ട് ടു വെരിഫൈ ദ യൂസർ എന്നുള്ളത്. അടുത്ത പാർട്ടാണ് പാത്ത് പാരാമീറ്റേഴ്സ്. സോ പാത്ത് പാരാമീറ്റേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു ഐഡന്റിഫൈ എ റിസോഴ്സ്, ഒരു സ്പെസിഫിക് റിസോഴ്സിനെ, ഒരു എ പി ഐ യു ആർ എല്ലിലെ ഒരു സ്പെസിഫിക് റിസോഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പാത്ത് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പ് നേരത്തെ എക്സാമ്പിൾ കണ്ടായിരുന്നു. get/student/101 എന്ന് കൊടുത്താൽ അതിന്റെ മീനിങ് 101 ഐ ഡി ഉള്ള സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷനെ ഫെച്ച് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ പാത്ത് പാരാമീറ്ററിന്റെ. അടുത്തൊരു പാർട്ടാണ് query parameter. So what is query parameter? അത് യൂസ് ചെയ്യുന്നത് to filter or customize the response. For example, get students ഒരു question mark class equals 10 and section equals A. That means ക്ലാസ് 10ൽ പഠിക്കുന്ന അതിൽ സെക്ഷൻ എയിലുള്ള സ്റ്റുഡൻറ്റിന്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യുക. അപ്പൊ അതൊരു query ആണ് കൊടുത്തേക്കുന്നത്, മനസ്സിലായത്? നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പം അവിടെ 1ാം ക്ലാസ് തൊട്ട് 1st സ്റ്റാൻഡേർഡ് തൊട്ട് 10th വരെയുള്ള പിള്ളേരുണ്ട്. അതിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ലൈക്ക് എ ബി സി ഡി ഇങ്ങനെയുണ്ട്. പക്ഷെ അതിൽ എനിക്ക് എന്താ വേണ്ടത്, 10th പഠിക്കുന്ന 10A പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് മാത്രം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും യൂസിങ് query parameters. അടുത്തത് ഒരു എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് കേട്ടോ, ഒരു റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് സ്ട്രക്ചർ അങ്ങനെ വരുമെന്നാണ്. നോക്കുക, റിക്വസ്റ്റ് എക്സാമ്പിൾ നോക്കുക സൈഡിൽ, ലെഫ്റ്റ് സൈഡിലെ. ഓക്കെ, നമ്മളിവിടെ ഒരു പോസ്റ്റ് ആണ് യൂസ് ചെയ്യുക. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്, ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റിനെയാണ്. നോക്കുക, നമ്മളിവിടെ സെൻഡ് ചെയ്യുന്നത് ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ് ടു ക്രിയേറ്റ് ന്യൂ സ്റ്റുഡൻറ്റ്. ഇവിടെ എൻ പോയിന്റ് എന്താ, സ്റ്റുഡൻസ് ആണ്. ഓക്കെ, സ്ലാഷ് സ്റ്റുഡൻസ് എന്നുള്ളതാണ് എൻ പോയിന്റ് വരുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന HTTPയുടെ വേർഷൻ 1.1 ആണ്. ആൻഡ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് ഏത് ഹോസ്റ്റിലോട്ടാണ്, api.learningbuddy.com എന്നുള്ള ആ ഒരു ഹോസ്റ്റിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ഹെഡർ പാർട്ട് നോക്കുക, അതായത് കോണ്ടന്റ് ടൈപ്പ് ഓതറൈസേഷനും. കോണ്ടന്റ് ടൈപ്പ് എന്താണ്, application/json. ദാറ്റ് മീൻസ് നമ്മൾ ജേസൺ ഫോർമാറ്റാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് കാണിക്കുന്നു. ഓതറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ കൊടുത്തേക്കുന്നത്, ബെയറർ ടോക്കൺ ആണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു ടോക്കൺ യൂസ് ചെയ്യുന്നത് ടു വെരിഫൈ ദ യൂസർ. ഓക്കെ, ഇനി റിക്വസ്റ്റിന്റെ ബോഡിയാണ് കൊടുത്തേക്കുന്നത്, കണ്ടോ? അവിടെ നമ്മൾ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുകയാണ്. എന്താണ്, നെയിം ജോൺ ഡോ. സോ ജോൺ ഡോ എന്നുള്ള സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് വേണം, ക്ലാസ് 10. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാറ്റ, ഇതൊരു ജേസൺ ഫോർമാറ്റ് ആണ്. സോ ഈ ഒരു ഡാറ്റ ജേസൺ ഫോർമാറ്റിലാണ് സെൻഡ് ചെയ്യുന്നത്. ഇനി റൈറ്റ് സൈഡ് നോക്കുക, റെസ്പോൺസ് വരുന്നത്. ഞാൻ 2 ടൈപ്പ് റെസ്പോൺസ് കൊടുത്തിട്ടുണ്ട്, അതായത് XML-ഉം കൊടുത്തിട്ടുണ്ട്, JSON-ഉം കൊടുത്തിട്ടുണ്ട്. സോ JSON എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട് നൊട്ടേഷൻ, അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫോർമാറ്റിലായിരിക്കും നമുക്കത് കിട്ടുന്നത്. ഇഫ് ദ റിക്വസ്റ്റ് സക്സസ്ഫുൾ ആണെങ്കിൽ സെർവർ റെസ്പോണ്ട് ചെയ്യുന്നത് 201 വെച്ചിട്ടായിരിക്കും, അതായത് ഒരു റിസോഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതുകൊണ്ട് 201 വെച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു റെസ്പോൺസ് കോഡ് കിട്ടുന്നത്. ഓക്കെ, റെസ്പോൺസ് ബോഡിക്കകത്ത് എന്തൊക്കെയാണ് വരിക, കണ്ടോ? ID റിട്ടേൺ ചെയ്തിട്ടുണ്ട് 101, നെയിം വന്നിട്ടുണ്ട്, ക്ലാസ് വന്നിട്ടുണ്ട്. ഇനി ഈ സെയിം തന്നെ, ഈ ഒരു സെയിം റെസ്പോൺസ് തന്നെ ഒരു XML ഫോർമാറ്റിലോട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ആണ് താഴെ കൊടുത്തേക്കുന്നത്. കണ്ടോ, അവിടെ നമ്മൾ XML ടാഗ് ആണ് യൂസ് ചെയ്യുക എല്ലാത്തിനും അല്ലെ. സ്റ്റുഡന്റ് ഉണ്ട്, അതിന്റെ ഉള്ളിലാണ് ID വരുന്നത്. IDയുടെ വാല്യൂ ഉണ്ട് 101, പിന്നെ നെയിം ഉണ്ട്, നെയിമിന്റെ വാല്യൂ ആണ് ജോൺ ഡോ, പിന്നെ ക്ലാസ് ഉണ്ട്, ക്ലാസിന്റെ വാല്യൂ 10 ആണ് വരുന്നത്. ദെൻ ഫൈനലി നമ്മൾ ഓരോ ടാഗിനെ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട്.
സോ ഇങ്ങനെയാണ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ഫോർമാറ്റ് വരുന്നത്. നെക്സ്റ്റ് ലെറ്റ് സി സോപ്പ് API. സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോകോൾ എന്നാണ്. സോ നമ്മളിപ്പോൾ ഓൾറെഡി എന്താ കവർ ചെയ്ത് റെസ്റ്റ് ആണ് പഠിച്ചത്. അടുത്ത ടൈപ്പാണ് സോപ്പ് API എന്ന് പറയുന്നത്. ഓക്കെ, സോ സോപ്പിന്റെ ഒരു ഫീച്ചറാണ് അതൊരു XML ബേസ്ഡ് പ്രോട്ടോകോൾ ആയിരിക്കും യൂസ് ചെയ്യുക ഫോർ എക്സ്ചേഞ്ചിങ് ദ സ്ട്രക്ചർഡ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ സിസ്റ്റംസ്. ഈ സിസ്റ്റംസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒരു XML സ്ട്രക്ചർ ആയിരിക്കും. അതുപോലെ സോപ്പ് APIക്ക് റെസ്റ്റ് API വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെവിയർ ആയിരിക്കും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ. നമ്മളിനി ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ റെസ്റ്റ് കണ്ടത്. ബട്ട് സോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കാൾ കൂടുതൽ ഹെവിയർ ആയിരിക്കും ആൻഡ് ഇറ്റ് ഫോളോ മോർ സ്ട്രിക്റ്റ് സ്റ്റാൻഡേർഡ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ ഈ സോപ്പ് കൂടുതൽ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ബാങ്കിങ് ട്രാൻസാക്ഷൻ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് സോപ്പ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ സോപ്പ് APIs മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന HTTP അല്ലെങ്കിൽ HTTPS വരുന്ന പ്രോട്ടോകോൾസ് ആയിരിക്കും. പക്ഷെ അതുപോലെ തന്നെ SMTP പോലുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് HTTP ഓർ HTTPS ആയിരിക്കും. ഓക്കെ, ഇതിലെ ഡാറ്റ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഓൾവേസ് യൂസ് XML. എപ്പോഴും XML ആയിരിക്കും യൂസ് ചെയ്യുക ഫോർ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസസ്. ഇത് കോമൺലി യൂസ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ സിസ്റ്റത്തിനൊക്കെ നമ്മൾ സോപ്പ് APIs വരുന്നത്. കാരണം സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ കൺസിസ്റ്റൻസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സോപ്പ് API അത് എൻഷുർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ സോപ്പ് ഇങ്ങനത്തെയുള്ള കേസിലാണ് യൂസ് ചെയ്യുക. ഇനി നമ്മൾ സോപ്പ് API ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നോക്കുന്നത്? ഒന്ന് അതിൻ്റെ XML സ്കീമ വാലിഡേഷൻ. ദാറ്റ് മീൻസ് അതിൻ്റെ ഒരു XML സ്ട്രക്ചർ വാലിഡേറ്റ് ചെയ്യണം. പിന്നെ സോപ്പ് എൻവലപ്പ് സ്ട്രക്ചർ വാലിഡേറ്റ് ചെയ്യണം. പിന്നെ WS സെക്യൂരിറ്റി ഹെഡേഴ്സ് നോക്കണം. പിന്നെ എറർ ഹാൻഡ്ലിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ഇത്രയൊക്കെ കാര്യമാണ് നമ്മൾ സോപ്പ് APIയിൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ റെസ്റ്റ് പഠിച്ച പോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. സോപ്പ് റിക്വസ്റ്റ് റെസ്പോൺസും കൊടുത്തിട്ടുണ്ട്. സോ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, റിക്വസ്റ്റ് സ്ട്രക്ചർ ആണ്, സോപ്പ് എൻവലപ്പ് ആണ്. കണ്ടോ, അതൊരു ടാഗ് ആണ് വന്നേക്കുന്നത്, XML ടാഗ്. കണ്ടോ, XML ടാഗ് സോപ്പ് ആണ്, അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഹെഡർ വന്നിട്ടുണ്ട്. പിന്നെ ഓത്ത് ടോക്കൺ എന്ന ടാഗ് ഉണ്ട്. അതിൽ നമ്മൾ ആ ടോക്കൺ കൊടുക്കുക. ഇപ്പോൾ 1 2 3 4 5 സിമ്പിൾ ആയിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. ദെൻ ആ സോപ്പ് ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. സോപ്പ് പോട്ടെ, ഹെഡർ ടാഗിനെ ക്ലോസ് ചെയ്യുന്നു. പിന്നെ സോപ്പിന്റെ ബോഡിയാണ്, അതിൽ നമ്മൾ കൊടുക്കുന്നതാണ് ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എന്ന ടാഗ് ഉണ്ട്. അതിൽ നമ്മൾ എന്തൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നത്? 101 എന്നുള്ള യൂസറിന്റെ ID പാസ് ചെയ്യുന്നു. ദെൻ ആ ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. ദെൻ ഫൈനലി എൻവലപ്പ് എന്നുള്ള ടാഗ് ക്ലോസ് ചെയ്യുന്നു. സോ ഈ റിക്വസ്റ്റ് ആയിരിക്കും APIയിൽ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് കിട്ടും? അതിന് കോറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള ഒരു റെസ്പോൺസ് കിട്ടും. അതും XML ഫോർമാറ്റിലായിരിക്കും. അത് റൈറ്റ് സൈഡിൽ കൊടുത്തേക്ക് നോക്കുക. സോപ്പ്, അതിനുള്ളിൽ ബോഡി വന്നിട്ടുണ്ട്, സോപ്പ് ബോഡി. ദെൻ അതിൻ്റെ ടാഗ് കണ്ട് ഗെറ്റ് യൂസർ ഡീറ്റെയിൽസ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. അതിൽ യൂസർ നെയിം ടാഗിനകത്തിൻ്റെ വാല്യൂ വന്നു, മിറാൻഡ എന്നുള്ള വാല്യൂ വന്നു. പിന്നെ യൂസർ റോൾ വന്നു, ടെസ്റ്റർ വന്നു. അപ്പോൾ എന്താ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്? 101 എന്നുള്ള യൂസർ ഡീറ്റെയിൽസ് ആണ് ഫെച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത്. സോ 101 ഡീറ്റെയിൽസ് ഉള്ള 101 ID ഉള്ള ആളുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതാണ് റൈറ്റ് സൈഡിൽ കൊടുത്തേക്കുന്നത്. സോ ഇത് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇതൊരു XML ഫോർമാറ്റ് ആയിരിക്കും വരുന്നത് സോപ്പ്. അടുത്തത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഓർത്തിരിക്കാനുള്ള ഒരു പിക്ചറായിട്ട് കൊടുത്തേക്കുവാണ്. റെസ്റ്റ് നമ്മൾ ലൈറ്റ് വെയിറ്റ് ആണ്, എപ്പോഴും JSON ആയിരിക്കും യൂസ് ചെയ്യുക. സ്റ്റേറ്റ്ലെസ് ആയിരിക്കും. ഓക്കെ, സ്റ്റേറ്റ്ലെസ് മീൻസ് അത് പഴയ റിക്വസ്റ്റിൽ നിന്ന് ഡാറ്റ എടുക്കത്തില്ല. അത് ഓരോ തവണയും ആ റിക്വസ്റ്റിനകത്ത് ആവശ്യമുള്ള ഇൻഫർമേഷൻ അത് മാത്രമായിരിക്കും യൂസ് ചെയ്യുക. സോപ്പ് API എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്ഫുൾ. ദാറ്റ് മീൻസ് അതിൻ്റെ പ്രീവിയസ് റിക്വസ്റ്റിൽ ഇൻഫർമേഷൻ എടുക്കാനായിട്ട് പറ്റും. ഒരു XML ആയിരിക്കും യൂസ് ചെയ്യുക ആൻഡ് ഹെവി വെയിറ്റ് ആയിരിക്കും വരുന്നത്. അതാണ് അതിൻ്റെ ഇത്രയും ഇത് നമ്മളുടെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റർക്ക് പഠിക്കാനുള്ള API സെക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. സോ വി ഹാവ് കവേർഡ് ദ ഫണ്ടമെന്റൽസ് ഓഫ് APIs and നമ്മൾ എന്തൊക്കെ പഠിച്ച what APIs are, how they work, the difference between REST and SOAP, അതുപോലെ റിയൽ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് എക്സാമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തതാണ്. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ പോസ്റ്റ്മാൻ ആയിരിക്കും. ഓക്കെ, സോ പോസ്റ്റ്മാൻ ട്യൂട്ടോറിയൽ ഫോർ എ ടെസ്റ്റർ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പ്രാക്ടീസ് കൂടെ ചെയ്യണം. So like, share and subscribe to Learning Buddy channel, and let's see you in the next Postman tutorial. Thank you.